പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഡബ്ല്യുഡബ്ല്യുഇയിലെ നിലവിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള സ്റ്റോറി ലൈനുകളിൽ ഒന്ന് തന്നെയാണ് റോക്കും റോമൻ റെയിൻസും നേതൃത്വം കൊടുക്കുന്ന ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. റസൽമീനിയ 40ലേക്ക് 2 മത്സരങ്ങളാണ് വ്യത്യസ്ത ദിവസങ്ങളിൽ ഇപ്പോൾ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ദിവസം നടക്കുന്ന ടാഗ് ടീം മത്സരം റോക്കും റോമൻ റെയിൻസും ടീമായിക്കൊണ്ട് കോഡിയെയും സെത്തിനെയും നേരിടുന്നു എന്നുള്ളതാണ്. സ്റ്റിപ്പുലേഷൻസും മത്സരത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. റോമൻ റെയിൻസിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസത്തിൽ നടക്കാൻ പോകുന്ന റോമൻ വേഴ്സസ് കോഡി തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം ബ്ലഡ് ലൈൻ റൂൾസ് മത്സരമായിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷന് സമാനമായ മത്സരം. ഇനി അഥവാ കോഡിയുടെ ടീമാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ റോക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ബ്ലഡ് ലൈനിലെ ഒരു മെമ്പർ പോലും രണ്ടാമത്തെ ദിവസത്തിലെ ടൈറ്റിൽ മത്സരത്തിൽ വരില്ല എന്നുള്ളതാണ്. കോഡി രണ്ടാമത്തെ ദിവസത്തിലെ ടൈറ്റിൽ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അഥവാ റോമൻ റെയിൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്താൽ പിന്നീട് കോഡിക്ക് റോമൻ റെയിൻസിനെ ഒരു റീമാച്ചിന് വേണ്ടി ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും സ്റ്റിപ്പുലേഷൻ പോലെ റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഉള്ള സ്റ്റോറി ലൈൻ തന്നെയാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ PW ഇൻസൈഡർ എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹ്യൂജ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ മെയ് 1 മുതൽ ഓഗസ്റ്റ് 1 വരെ ദി റോക്ക് ഹോളിവുഡിലെ സിനിമ പ്രൊജക്റ്റുമായി അതിൻ്റെ തിരക്കിലേക്ക് കടക്കും എന്നുള്ളതാണ്. അതായത് റോക്ക് ഈ ഒരു 4 മാസത്തെ ഗ്യാപ്പിൽ റസൽമീനിയ കഴിഞ്ഞതിന് ശേഷം മെയ് മുതൽ ഓഗസ്റ്റ് വരെ ഡബ്ല്യുഡബ്ല്യുഇയുടെ സ്റ്റോറി ലൈൻ്റെ ഭാഗം ആയിരിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റസൽമീനിയ കഴിഞ്ഞാൽ റോക്കിൻ്റെ മത്സരം നടക്കാൻ സാധ്യത എല്ലാവരും കൽപ്പിച്ചിരുന്ന ഒരു ഇവൻറ്റ് സൗദി അറേബ്യയിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന ഒരു ഇവൻ്റാണ്. ഇവൻറ്റിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇവൻറ്റ് നടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് 90% കൺഫേം ആയിട്ടുമുണ്ട്. അപ്പോൾ റോക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് ഈ ഒരു മെയ് മാസം തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ സിനിമ പ്രൊജക്റ്റുകളിലേക്ക് സിനിമാ തിരക്കുകളിലേക്ക് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി പോകുന്ന റോക്കിന് സൗദി അറേബ്യ ഇവൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദി റോക്ക് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു മത്സരം പ്രതീക്ഷിക്കുന്ന കൂട്ടുകാർക്ക് ആ മത്സരം സൗദി അറേബ്യ ഇവൻറ്റിൽ കാണാൻ സാധിക്കില്ല. അതുപോലെ റോക്ക് വേഴ്സസ് കോഡി തമ്മിലുള്ള മത്സരം പ്രതീക്ഷിക്കുന്നവർക്കും സൗദി അറേബ്യയിൽ മെയ് മാസത്തിൽ നമുക്ക് ആ ഒരു മത്സരം കാണാൻ സാധിക്കില്ല. ഇനി അഥവാ ദി റോക്കിന് മെയ് മാസത്തിലെ ആ ഒരു ഇവൻ്റ് ഒക്കെ പങ്കെടുക്കാൻ സാധിക്കാതെ പോയാൽ പിന്നീട് ഓഗസ്റ്റിൽ നടക്കുന്ന സമ്മർ സ്ലാമിലാണ് ഒരു സാധ്യത ഉള്ളത്. ഓഗസ്റ്റിൽ സമ്മർ സ്ലാമിൽ റോക്ക് വരുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. സിനിമ പ്രൊജക്റ്റുകൾ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്നും പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും അല്ല. എന്തായാലും റോക്ക് റസൽമീനിയയിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ റോക്കിൻ്റെ ഭാഗം കണ്ടു തന്നെ അറിയാം റോക്ക് തുടർന്നുള്ള സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്നുള്ളത്. എന്തായാലും നിലവിൽ ആരാധകർ കരുതിയത് പോലെ മെയ് മാസത്തിൽ റോക്കിൻ്റെ ഒരു സിംഗിൾസ് മത്സരം നമുക്ക് കാണാൻ സാധിക്കില്ല. ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് വളരെ നിരാശപ്പെടുത്തുന്ന അപ്ഡേറ്റ് ആണ് PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.